കൃപാസനത്തെ ചാര വിഗ്രഹമെന്ന് വിളിച്ച് അധിക്ഷേപിച്ച എന്നെ അങ്ങനെ ഇതാ കൃപാസനം നടയിൽ എത്തിച്ചിരിക്കുന്നു. അനേക ചേച്ചിമാരുടെ പ്രാർത്ഥനയും ശാപവാക്കുകളും കുറെ കമൻറ്റ് ബോക്സിലെ കമൻറ്റുകളും ഞാനിങ്ങനെ വായിച്ചു. നിന്നെ VP അച്ഛൻ്റെ അടുത്ത് എത്തിക്കുമെടാ എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ. ഡാനിയൽ അച്ഛനെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പീറച്ചെറുക്ക നിന്നെയും കൃപാസന നടയിൽ എത്തിക്കുമെന്ന് പറഞ്ഞ എല്ലാ അമ്മച്ചിമാരോടും ഇതാ ഞാൻ ചാരക്കുഞ്ഞമ്മയുടെ അടുത്ത് VP അച്ഛനെ കാണാൻ എത്തിയിരിക്കുക. ഞാൻ പല പ്രാവശ്യം പഠനത്തിനായി അവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ പഠന സംബന്ധമായി ചെന്നപ്പോഴൊന്നും വീഡിയോ എടുക്കാനായിട്ട് ഞാൻ തുനിഞ്ഞില്ല. പക്ഷേ ഇത്തവണ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ തികച്ചും വ്യത്യസ്തമായ വിചിത്രമായ പല കാര്യങ്ങൾ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അപ്പസ്തോലനായ പൗലോസ് എഫേസോസിൽ ചെന്നപ്പോൾ കണ്ട പോലെ തന്നെ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതാ കൃപാസനത്തിൽ നമ്മൾ ചെല്ലുമ്പോഴുള്ള പുറത്തു നിന്ന് തുടങ്ങി നമ്മൾ കാണുന്നത്. താഴെ ഒരു മാതാവിൻ്റേതെന്ന് പറയപ്പെടുന്ന ഒരു വിഗ്രഹമുണ്ട്, അതും ചില്ലുകൂട്ടിലാണ് ഇരിക്കുന്നത്. മുകളിലിതാ ക്രിസ്തുവിൻ്റേതെന്ന് പറയുന്ന ഡാവിഞ്ചിയുടെ ഒരു താടിക്കാരൻ്റെ ചിത്രം കൈവിരിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ താഴെ ഇരിക്കുന്ന ഈ പറയുന്ന മാതാവിൻ്റേതെന്ന് പറയപ്പെടുന്ന ഈ ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിഗ്രഹത്തിൻ്റെ ഇതിനെ മാലയിട്ട് ഇതിനെ ഉമ്മ വെച്ച് ഇതിനെ എങ്ങനെ കെട്ടിപ്പിടിക്കാം? ചില്ലിട്ടേക്കാണെങ്കിലും നമ്മുടെ ക്രിസ്ത്യാനിക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്കർക്ക് ആ വിഗ്രഹത്തോടുള്ള തീർത്താൽ തീരാത്ത സന്തോഷവും സ്നേഹവും അതിൻ്റെ അലതല്ലലാണ് എനിക്കവിടെ കാണാൻ സാധിച്ചത്. ആ ചില്ലുകൂടിൻ്റെ പുറത്ത് കുറച്ച് മാലകൾ ആരൊക്കെയോ തൂക്കിയിട്ടിരിക്കുന്നു. ആ മാലയെടുത്തൊരിക്കലും വിഗ്രഹത്തിൻ്റെ അകത്തോട്ടിടാൻ സാധിച്ചില്ലെങ്കിലും ആ മാലയൊന്നെടുത്ത് ഒന്ന് കാണിച്ച് സമാധാനം സംതൃപ്തി അടയുന്ന വിഗ്രഹാരാധകരായ കത്തോലിക്കരെ കാണാൻ സാധിക്കും. വീണ്ടും അകത്തോട്ടൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ അവിടെ ഒരു സ്റ്റേജിൽ വലിയൊരു ജനക്കൂട്ടത്തെ കാണാൻ സാധിക്കും. ഒത്തിരി ജനാവലി താഴെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. കുറച്ച് പ്രേക്ഷിതര് വളരെ റൂഡായിട്ടുള്ള രീതിയിൽ കുറച്ച് പേരെ അകത്തോട്ട് തള്ളിവിടുന്നു, കുറച്ച് പേരെ പേടിപ്പിച്ച് അവിടെ നിർത്തുന്നു. അപ്പം ഞാൻ കരുതി അവിടെ വല്ല പായസ വിതരണമാണ് നടക്കുന്നത്. അല്ല, അവിടെയും ഉണ്ട് ഒരു വിഗ്രഹം. അതിനെ തൊടാനും അതിനെ കെട്ടിപ്പിടിക്കാനും ഈ ഉടമ്പടി പത്രിക അവർക്ക് സമർപ്പിക്കാനുമാണ് അവർ വെമ്പൽ കൂട്ടുന്നത്, തല്ലുകൂടുന്നത്. വീണ്ടും ഒത്തിരി ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കും. വലിയ നിരകൾ തന്നെ കാണാൻ സാധിക്കും. ഈ നിരകൾ സൂചിപ്പിക്കുന്ന മറ്റൊന്നുമല്ല, വിശുദ്ധ വസ്തുക്കൾ വാങ്ങാനും ഉടമ്പടി സ്ഥാപിക്കാനുമായിട്ടുള്ള ഒരു നീണ്ട നിര, ഏകദേശം 10-16 കൗണ്ടറുകൾ. ഇതൊരു കൗണ്ടറിലെ നിരയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇത് 16 കൗണ്ടറുകളോളം ഉണ്ട് എന്നുള്ളത് ഏതൊരു കത്തോലിക്കിനെയും അത്ഭുതപ്പെടുത്തുമോ എന്നെനിക്കറിയത്തില്ല. പക്ഷേ വിശുദ്ധ ബൈബിൾ വായിച്ച ഒരു കത്തോലിക്കിനെ ഈ വിഗ്രഹത്തിന് പിന്നാലെ, ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ പിന്നാലെ പോകുന്ന ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന നമ്മളെ കാണുമ്പോൾ അവർക്ക് തീർച്ചയായും അത്ഭുതമുണ്ടാകുമെന്നുള്ളത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. വീണ്ടും അകത്തളത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ചില വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. അച്ഛൻ്റെ റൂമിൻ്റെ മുമ്പിൽ ഒരു വലിയ പേപ്പർ ഇങ്ങനെ ഞാൻ കണ്ടു. ഉടമ്പടിയുടെ പ്രിൻ്റ് ഔട്ട് ഇല്ലാതെ അച്ഛനെ കാണാൻ സാധിക്കത്തില്ല. ഏകദേശം 200-200 ചില്ലാൻ രൂപ അടങ്ങുന്ന ഈ ഉടമ്പടി ഇല്ലാതെ ഒരുവനും എന്നെ കാണണ്ട എന്ന് ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുന്ന അച്ഛൻ്റെ ഒരു പോസ്റ്ററും നമുക്കവിടെ കാണാൻ സാധിക്കും. വീണ്ടും അതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ അനേക കുടകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ടു. ഞാൻ അത്ഭുതത്തോടെ നോക്കി, ഇതെന്താണ് ഈ കുടകൾ എന്നിങ്ങനെ സഞ്ചരിക്കുന്നത്? അപ്പോൾ കുട ഒറ്റയ്ക്കല്ല, ആ കുട പിടിച്ചുകൊണ്ട് ചില ചേട്ടന്മാരുമുണ്ട്, ചില ചേച്ചിമാരുമുണ്ട്, ചില അമ്മച്ചിമാരുമുണ്ട്. അവരുടെ ഭയഭക്തി ആദരം കണ്ടപ്പോൾ ഞാൻ കരുതി ഇതൊരു റാലി ആയിരിക്കാം, പ്രദക്ഷിണമായിരിക്കാം, ഒരുപക്ഷെ തിരുവോസ്തി ആയിരിക്കാം പുറകിലൊരു അച്ഛൻ കൊണ്ടുവരുന്നത്. എന്നാൽ ഞാൻ ആകാംക്ഷയോടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ചെറിയ ചെറിയ ചാര വിഗ്രഹങ്ങൾ അവരുടെ കയ്യിലുണ്ട്, ഉടമ്പടി പത്രിക അവരുടെ കയ്യിലുണ്ട്. 13ാമത്തെ കൗണ്ടറിൽ നിന്നും ഇങ്ങനെ പോയി ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും ഒരു 3 എതളകളുള്ള ഒരു വിളക്കും, ഒരു പുക വരുന്ന ഒരു പുകവസ്തുവും, ഒരു ചാര വിഗ്രഹവും, പിന്നെ അവരുടെ കയ്യിലുള്ള ഉടമ്പടി പത്രങ്ങളുമൊക്കെയായി ഇതാ ഒരു വലിയ റാലി തന്നെ പോവുകയാണ്. ഈ പദയാത്ര ചെന്ന് അവസാനിക്കുന്നത് നമ്മൾ വിചാരിക്കും ഇത് വെറുതെ ഒന്ന് കറങ്ങി തിരിച്ചു വരികയായിരിക്കാം. പക്ഷെ അത് പോകുന്നത് അവിടെ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. അതിൻ്റെ ചാപ്പലിൻ്റെ മുൻപിലേക്കൊക്കെ പോയി ഇങ്ങനെ കറങ്ങി തിരിച്ചു വരുന്നത് കാണാൻ സാധിക്കും. ഈ പോകുന്ന വഴിയിൽ ഇവിടെയുള്ള ആളുകൾ അവിടെയുള്ള എല്ലാ വിഗ്രഹത്തെയും മുത്തുന്നത് പോലെ തന്നെ ഇതാ ഈ കൊച്ചു ചാര അമ്മച്ചിയെയും കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, കരയുന്നു. അമ്മേ തായേ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന വികാരഭരിതമായ ചില കാഴ്ചകൾ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. ഞാനിത് ഇതിനു മുൻപ് കണ്ടത്
പല ഹൈന്ദവ ആലയങ്ങളിലും പോയപ്പോൾ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഴനിയിൽ പോയപ്പോൾ അവിടെ രാത്രിയും ചില പന്തങ്ങളൊക്കെ കത്തിച്ച് ഈ അമ്പലത്തിന് ചുറ്റും ചില വേലകൾ കാണിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഞാനന്ന് കൗതുകത്തോടുകൂടി നോക്കി, ഇതെന്താണ് ഈ കാണുന്നത്? ചിലർ ആ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ പന്തം കത്തിച്ച് ഓടുന്നു, ചിലർ നടക്കുന്നു, ചിലർ വികാരഭരിതനായി കരയുന്നു, നിലവിളിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആത്മാവും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആത്മാവും വ്യത്യസ്തമല്ല, എല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ് എന്നെനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. വീണ്ടും അകത്തളത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ കുറേ പേര് സാക്ഷ്യം കൊടുക്കുന്നു. നമ്മളിതാ ആകാംക്ഷയോടെ കാത്തിരുന്ന VP അച്ഛനാണോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. കാരണം എല്ലാവർക്കും സൗഖ്യം കൊടുക്കുന്ന, വിശുദ്ധ വസ്തുക്കൾ വെഞ്ചിരിച്ചു കൊടുക്കുന്ന, ഈ വിശുദ്ധ വസ്തുക്കളിലൂടെ ക്യാൻസറും മറ്റ് ശക്തമായ മാരകമായ രോഗങ്ങളെല്ലാം മാറ്റുന്ന നമ്മുടെ VP അച്ഛനിതാ ഒരു മാസ്ക് ധരിച്ചുകൊണ്ടാണ് അൾത്താരയിൽ നിൽക്കുന്നത്. എനിക്ക് കൗതുകമായി. ഒരു പക്ഷേ അച്ഛന് കൊറോണയെ മാത്രം പേടിയുണ്ടായിരിക്കത്തുള്ളൂ. ക്യാൻസറിനെയും മറ്റു രോഗങ്ങളെയൊക്കെ അച്ഛൻ വെഞ്ചിരിച്ചു കൊടുക്കുന്ന ഈ ചാരക്കുഞ്ഞമ്മയിൽ നിന്ന് കിട്ടുന്ന അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളിലൂടെ അത്ഭുതം സംഭവിക്കും. പക്ഷേ കൊറോണയെ മാത്രം തോൽപ്പിക്കാൻ കഴിയാത്ത VP അച്ഛനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ചില സങ്കടങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ആ സങ്കടം എൻ്റെ ഹൃദയത്തിൽ ഒതുക്കി വീണ്ടും ആകാംക്ഷഭരിതനായി ഞാൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ അൾത്താരയുടെ സൈഡിൽ ഇതാ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉയരത്തിലുള്ള ഒരു ചാരവിഗ്രഹത്തെ കാണാം. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി കുറെ ആളുകൾ കുറെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ നിരന്നു നിൽക്കുന്നു. 2 കന്യാസ്ത്രീകളാണെന്ന് തോന്നുന്നു. പക്ഷേ അവരുടെ മുഖഭാവം കണ്ടിട്ട് അത്ര വലിയ ഒരു സ്നേഹത്തിൻ്റെ ഭാവം എനിക്കിത് കാണാൻ സാധിച്ചില്ല. എന്ത് തന്നെയാകട്ടെ, ഞാൻ ആകാംക്ഷയോടെ അതിൻ്റെ അടുത്തോട്ട് ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് വലിയൊരു നീണ്ട നിരയാണ്. സാധാരണ അമ്പലത്തിൽ നമ്മൾ കാണാനൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന അതേ കാഴ്ച തന്നെയാണ്. ഒരു പൂജാരി അകത്ത് പോയി പൂജിച്ചതിന് ശേഷം ഒരു ചെറിയ കൈവിളക്കുമായി തിരിച്ചു താഴോട്ട് വരുന്നു. ഇതാ വിശ്വാസികളെല്ലാം അതിനെ തൊട്ടിങ്ങനെ വന്നിക്കുന്ന ചില കാഴ്ചകളൊക്കെ ഞാൻ അമ്പലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായി ഇതാ വലിയൊരു നീണ്ട നിര തന്നെ അവിടെ നിൽക്കുന്നു. ഒരു 7 വിളക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും. അതൊരു മെനോറ പോലെയാണ് എനിക്ക് ആദ്യം കണ്ടത്. പക്ഷെ കൂടുതൽ അടുത്ത് വന്ന് കൂടുതൽ സൂക്ഷ്മമായി നോക്കിയപ്പോൾ മെനോറ പോലെ 7 കാലുകൾ അതിനുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ നിലവിളക്കിന് സമാനമായ രീതിയിൽ തന്നെ ശിവപാർവതി ആ രീതിയിൽ തന്നെയുള്ള ചില കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ പറച്ചിലിൽ അത് മെനോറയായി, എന്നാൽ യഥാർത്ഥത്തിൽ അത് നിലവിളക്കുമായി തന്നെ പരിഗണിക്കേണ്ട രീതിയിലാണ്. കൃപാസനത്തിന്റെ പുസ്തകത്തിലും കാണുന്നത് ഈ ഉടമ്പടി എടുക്കുന്നവർ ഈ നിലവിളക്ക് കത്തിച്ച് ഉടമ്പടി പൂർത്തീകരിക്കണമെന്നുള്ളതാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയത്. പ്രിയമുള്ളവരെ, ഒത്തിരി ആളുകൾ അവിടെ ഈ നിലവിളക്ക് കത്തിക്കാനായി നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്ന സ്നേഹവതിയായ ഒരു സിസ്റ്ററെ ഞാൻ അവിടെ കണ്ടു. പക്ഷെ അവരുടെ മുഖഭാവവും അവരുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദവും അവരുടെ കൈയുടെ ആക്ഷനും അവരുടെ രീതികളും കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ വർഷങ്ങളായിട്ടും ഈ ചാരക്കുഞ്ഞമ്മയ്ക്ക് ഇവിടെ നടത്തിപ്പുകാരിയായി നിൽക്കുന്ന ഈ ഒരു സിസ്റ്ററെ പോലും മാനസാന്തരപ്പെടുത്താനോ ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനോ സാധിച്ചിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ഈ സിസ്റ്റർ ഈ 2 പ്രായമായ സഹോദരങ്ങളോട് കാണിക്കുന്ന പെരുമാറ്റ രീതി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. എത്ര റൂഡായിട്ടാണ് ഇവർ പെരുമാറുന്നത്. അവരൊരു പക്ഷേ ആദ്യമായി വരുന്നവരായിരിക്കാം. ചടങ്ങ് ക്രിസ്ത്യാനി ഇങ്ങനെയെങ്കിലും സമാധാനം കിട്ടാൻ അവിടെ വരുമ്പോൾ അവന് കിട്ടുന്ന പ്രതികരണം ഇതാണ്. വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന ഈ ഒരു സിസ്റ്ററിന് പോലും മാനസാന്തരം കൊടുക്കാൻ കഴിയാത്ത ചാരക്കുഞ്ഞമ്മയോട് എനിക്കൊരു എളിയ അപേക്ഷയുണ്ട്. എന്തായാലും അച്ഛന് കൊറോണയെ പേടിയും ഈ സിസ്റ്റേഴ്സിന് ഇത്തരം സ്വഭാവ രീതിയിൽ മാറ്റം പോലും ഇല്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റുന്നു, ലക്ഷക്കണക്കിന് മാനസാന്തരം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്ത എല്ലാ കത്തോലിക്കരോടും എൻ്റെ എളിയ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഈ സിസ്റ്റർ മാനസാന്തരപ്പെടുന്നില്ല? അല്ലെങ്കിൽ ഈ സിസ്റ്ററിന്റെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരുന്നില്ല, ഒരു സ്നേഹത്തിന്റെ ഭാവം വരുന്നില്ല, ആദ്യമായി വരുന്നവരോട് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അവിടുത്തെ കൗണ്ടറിൽ നിന്ന് കിട്ടുന്ന പണം കൊടുത്ത് വാങ്ങാവുന്ന വിശുദ്ധമായ ഒലിവെണ്ണയാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. പുറത്തുനിന്നും കൊണ്ടുവരുന്ന ഒരു ഒലിവെണ്ണയും ഇവിടെ സ്വീകാര്യമല്ല എന്ന് അവരുടെ ഉടമ്പടി പത്രത്തിൽ തന്നെ, ഉടമ്പടി പത്രികയിൽ തന്നെ വലിയ അക്ഷരത്തിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ
ഈ എണ്ണക്കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് എന്നെനിക്കപ്പോൾ മനസ്സിലായി. വിശുദ്ധ വസ്തുക്കളോടുകൂടെ വാങ്ങിയ ഈ ഒലിവെണ്ണ അതിലേക്ക് ഇങ്ങനെ കുടഞ്ഞൊഴിക്കുന്ന ഒരുപാട് സ്ത്രീയെയും പുരുഷനെയും എനിക്കിവിടെ കാണാൻ സാധിച്ചു. ആ സിസ്റ്റേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന പോലെ അവരിങ്ങനെ കുടഞ്ഞൊഴിക്കുന്നു. അമ്മമാരോടും അപ്പച്ചന്മാരോടും സിസ്റ്റർ പറഞ്ഞു കൊടുത്തു അവരവർക്ക് കത്തിക്കേണ്ടതിൽ എണ്ണ ഒഴിക്കാൻ. എന്നാൽ നമ്മുടെ വിദഗ്ധനായ അപ്പച്ചൻ അദ്ദേഹം നോക്കിയപ്പോൾ ഇനി ഒരു വിളക്കിൽ നിന്ന് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ ബാക്കി 6 നിന്നുമുള്ള എല്ലാ അനുഗ്രഹവും തട്ടിയെടുക്കാൻ അപ്പച്ചൻ 7 വിളക്കിലും നിരത്തി അങ്ങോട്ട് ഒഴിച്ചു. ഒഴിച്ചതിൻ്റെ അടുത്ത സെക്കൻഡിൽ ആ അപ്പച്ചനെ അത്ര ശക്തമായ ശബ്ദത്തിൽ ആ അപ്പച്ചനോട് ആക്രോശിക്കുന്ന ആ മാനസാന്തരമില്ലാത്ത ആ സ്ത്രീയെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, എല്ലാവരും ഭയഭക്തിയോടുകൂടെ അത് കത്തിച്ചു, താഴോട്ടിറങ്ങി. അങ്ങനെ നിൽക്കുമ്പോൾ ആ അപ്പച്ചന്മാർ 2 പേരെയും പുറത്തേക്ക് മാറ്റി നിർത്തുന്ന, ആട്ടി ഓടിക്കുന്ന ആ സിസ്റ്ററിനെയും ഞാൻ കണ്ടു. അതിനുശേഷം വീണ്ടും അകത്തോട്ട് കയറ്റി നിർത്തി അവിടെ മുട്ടുകുത്തിച്ച് നമ്മുടെ ചാര കുഞ്ഞമ്മയുടെ മുൻപിൽ ഇതാ മുട്ടുകുത്തി പ്രണമിച്ച് ഉടമ്പടി വായിപ്പിക്കുന്ന ഒരു രീതിയും പ്രാർത്ഥിപ്പിക്കുന്ന ഒരു രീതിയും നമുക്കവിടെ കാണാൻ സാധിക്കും. നോക്കുമ്പോൾ മുട്ടുകുത്താൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പുറകിലോട്ട് മാറി നിൽക്കണമെന്ന് ആക്രോശിച്ചുകൊണ്ട് ഇതാ നമ്മുടെ കന്യാസ്ത്രീ വീണ്ടും വന്നിരിക്കുന്നു. അങ്ങനെ മുട്ടുകുത്താത്തവരെ പുറകിലോട്ടും കുത്തുന്നവരെ മുൻപിലോട്ടും നിർത്തി ആ വക ചടങ്ങുകളും പ്രഹസനങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരോടും എഴുന്നേറ്റ് ആ വിളക്കിൽ നിന്നും കയ്യിൽ മുക്കി നെറ്റിയിൽ വരപ്പിക്കുന്നതും ഞാൻ കണ്ടു. എന്താണ് വ്യത്യാസം? അമ്പലത്തിൽ പൂജാരി ഇതാ ഈ വിളക്ക് കൊണ്ടുവരുന്നു, വിശ്വാസികൾ അതിൽ നിന്നും പകരുന്നത് പോലെ ആ വിളക്കിൽ നിന്നും അനുഗ്രഹം പകരുന്ന ചില ജനത്തെയും നമുക്കവിടെ കാണാൻ സാധിച്ചു. ഇതിനിടയിലും സാക്ഷ്യങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. സാക്ഷ്യങ്ങൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഞാൻ ആ തിരക്കുകളൊക്കെ ഒന്ന് ഒതുങ്ങി ഇപ്പുറത്ത് മറ്റൊരു രൂപവും കണ്ടു. ആ രൂപത്തെയും കെട്ടിപ്പിടിക്കുന്ന ഈ രൂപത്തിൻ്റെ അടുത്ത് നിന്നാണ് അനേക വ്യക്തികൾ ഈ പറയുന്ന ചാരക്കുഞ്ഞമ്മയുടെ രൂപവുമായി എഴുന്നള്ളത്ത് പോകുന്നത്. ഇവിടെയാണ്, ഈ കൗണ്ടറിലാണ്, 13-ാം നമ്പർ കൗണ്ടറിലാണ് നമുക്ക് എഴുന്നള്ളത്തിനുള്ള വസ്തുക്കൾ ലഭിക്കുന്നത്. അവിടെയും ഈ ഉടമ്പടിയുടെ പേപ്പറുകൾ ആ ചില്ലു കൂടാരത്തിൽ കൊണ്ടുവന്ന് മുട്ടിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന പാവപ്പെട്ട അനേക കബളിപ്പിക്കപ്പെട്ട വിശ്വാസികളെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഈ ക്രൂരത? വിശുദ്ധ ബൈബിളിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, ഈ വിഗ്രഹങ്ങൾക്ക് ഒരു ശക്തിയുമില്ല, ഞാൻ എൻ്റെ മഹത്വം കൊത്തു വിഗ്രഹങ്ങൾക്ക് നൽകത്തില്ല എന്ന് യെശയ്യാ പ്രവാചകനോട് അരുളി ചെയ്തു. ഈ കൊത്തു വിഗ്രഹങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഇല്ലെന്ന് അപ്പസ്തോല പ്രവൃത്തിയിൽ അപ്പസ്തോലനായ പൗലോസും അപ്പസ്തോലനായ പത്രോസും ശക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്തെഫാനോസ് ഈ കല്ലുകൊണ്ട് പണിതിരിക്കുന്ന മനുഷ്യനിർമ്മിതികളിൽ ഒന്നും ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലെന്ന് അപ്പസ്തോലനും പറഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. സകലരും പറഞ്ഞിട്ടും നമ്മുടെ വിശ്വാസികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാതെ ഇത്തരം ചാരവിഗ്രഹങ്ങളുടെ മുൻപിൽ പോയി അടിമ വയ്ക്കുന്ന, അടിമത്തം കാണിക്കുന്ന, തങ്ങളുടെ ഉടമ്പടികളും ആഗ്രഹങ്ങളും എല്ലാം അതിനെ മുട്ടിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ നിൽക്കുന്ന ക്രിസ്ത്യാനിയോട് എൻ്റെ ചോദ്യം ഇതാ, എന്തുകൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധ ബൈബിൾ വായിക്കാൻ സാധിക്കുന്നില്ല? ചാരക്കുഞ്ഞമ്മയോടുള്ള ഉടമ്പടിയിൽ അവിടെ പറയുന്നുണ്ടല്ലോ ബൈബിൾ വായിക്കണമെന്ന്. ഒരു വട്ടമെങ്കിലും ഈ വാക്യങ്ങൾ വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ചിന്തിക്കാൻ കഴിയത്തില്ലേ, മനസ്സിലാക്കാൻ സാധിക്കത്തില്ലേ ഇത് കടുത്ത വിഗ്രഹാരാധനയാണെന്നുള്ളത്? എന്നാൽ നിങ്ങൾക്കത് സാധിക്കാത്തത് എന്തുകൊണ്ട്? നിങ്ങളുടെ ഹൃദയം പോലും അടിമത്തത്തിലായല്ലോ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം. ഈ പ്രഹസനങ്ങളെല്ലാം ഞാൻ കണ്ട് വേദനിച്ച് ദുഃഖത്തോടുകൂടെ ഞാനിതാ ആ അൽത്താരയിലേക്ക് നോക്കിയപ്പോൾ അൽത്താരയിൽ വലിയ വലിയ സാക്ഷ്യങ്ങൾ നടക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഈ സാക്ഷ്യങ്ങൾ പറയിപ്പിക്കുന്ന ആ സിസ്റ്റർ പറയുന്ന 1-2 കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിലൊന്ന് പെട്ടു. നിങ്ങളും കൂടി അതൊന്ന് കേട്ടു നോക്കുക. അങ്ങനെ സമയ ചുരുക്കത്തിന്റെയും സ്ഥലകാലങ്ങളുടെയും അമ്മ എങ്ങനെയാണ് ഈ കുടുംബത്തിന്റെ ഓരോ അവസ്ഥകളിലേക്ക് ഇടപെടുക? സമയ ചുരുക്കത്തിന്റെയും സ്ഥലകാലങ്ങളുടെയും അമ്മ, സമയ ചുരുക്കത്തിന്റെയും സ്ഥലകാലങ്ങളുടെയും അമ്മ, സമയ ചുരുക്കത്തിന്റെയും സ്ഥലകാലങ്ങളുടെയും അമ്മ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ചാരക്കുഞ്ഞമ്മയുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിരിക്കുന്ന ഈ ക്ലോക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. സമയ ചുരുക്കത്തിന്റെയും സ്ഥലകാലങ്ങളുടെയും അമ്മ എന്നാണ് ആ കന്യാസ്ത്രീ പറഞ്ഞത് ഞാൻ കേട്ടത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. സഭ ശക്തമായിട്ട് പറഞ്ഞു ഈ ചാരക്കുഞ്ഞമ്മയുടെ ഹൃദയത്തിലിരിക്കുന്ന ക്ലോക്ക് എടുത്ത് മാറ്റണം. പക്ഷേ ആ ചാരക്കുഞ്ഞമ്മയുടെ ഹൃദയത്തിലുള്ള ക്ലോക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടില്ല. അവിടെ അതേ വിഗ്രഹം ഇന്നും ഇരിക്കുന്നുണ്ട്. ആ വിഗ്രഹം ശരിയാകത്തില്ല, അങ്ങനെ മുന്നോട്ട് പോകത്തില്ല, ഈ കച്ചവടം നടക്കത്തില്ല എന്ന് സഭയും
ഔദ്യോഗികമായ തലങ്ങളും പറഞ്ഞതിനെ പ്രതി അച്ഛൻ ഒന്ന് തിരുത്തി പുറത്തോട്ട് വിടുന്ന ചാരക്കുഞ്ഞമ്മയുടെ ചിത്രങ്ങളിലും അൽത്താരയിലിരിക്കുന്ന ചാര അമ്മച്ചിയുടെ ചിത്രങ്ങളിലെല്ലാം ആ ക്ലോക്ക് എടുത്ത് മാറ്റി അവിടെ ഒരു തിരുഹൃദയത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. പക്ഷേ ഈ സമയ ചുരുക്കത്തിൻ്റെയും കാലഘടനയുടെയും അമ്മ ആരാണ് എന്നുള്ളത് എനിക്ക് അന്നാണ് സത്യത്തിൽ മനസ്സിലായത്. കഴിഞ്ഞ തവണയൊന്നും ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ പോയപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൃത്യമായൊരു ബോധ്യം ലഭിച്ചില്ല. അപ്പോൾ ഈ ക്ലോക്ക് സൂചിപ്പിക്കുന്നത് ഭൂമിയുടെ സ്പന്ദനം കണക്കിലാണ് എന്ന് പറഞ്ഞ നമ്മുടെ പഴയ കണക്ക് മാഷിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. പ്രിയമുള്ളവരെ, ഭൂമിയുടെ സ്പന്ദനം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മറ്റാരുമല്ല, ഇതാരോടും പറയരുത്, നമ്മുടെ ചാരക്കുഞ്ഞമ്മയാണെന്നാണ് VP അച്ഛൻ്റെ ഭാഷ്യം. അച്ഛൻ ഉടമ്പടി ആരാധനയില് നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തുന്നുണ്ട്. അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആരാധനയിലൂടെ അച്ഛൻ ഓരോ മക്കളെയും ആശീർവദിച്ച് പറഞ്ഞു വിടുമ്പോൾ ആ കൃപയുമായിട്ട് ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത ഗണമായിട്ട് ഉടമ്പടി എടുത്ത മക്കൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. ആ സൈന്യം പോകുന്നത് ലോകത്തിന്റെ പല ദിക്കുകളിലേക്കാണ്. പിന്നീട് ആ സിസ്റ്റർ പറഞ്ഞത് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്: ഉടമ്പടി ആരാധന. അതെന്ത് ആരാധനയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വളരെ സസൂക്ഷ്മം അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത്, ആ ഉടമ്പടി ആരാധനയിൽ ശേഷം അച്ഛൻ കൈവപ്പ് ശുശ്രൂഷ കൊടുക്കുമ്പോൾ ഒരു വലിയ സൈന്യം, രാജകീയ പുരോഹിത ഗണം ഇതാ ഒരു സൈന്യമായി തന്നെ അതിന് പുറത്തോട്ട് പോവുകയാണ്. ആ പോകുന്നവർ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ആ സിസ്റ്റർ അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഞാനൊന്ന് പരിശോധിച്ചു നോക്കി, ആരാണ് ഈ ഉടമ്പടി ആരാധന ആഗ്രഹിക്കുന്നത്? യഥാർത്ഥ ഉടമ്പടി, വിശുദ്ധ കുർബാനയാകുന്ന ഉടമ്പടി ദൈവം നമ്മളോട് ചെയ്തിരിക്കെ ഇതാ മാതാവുമായി ഒരു ഉടമ്പടി ചെയ്യണം. അതിനുശേഷം ആ ഉടമ്പടി ആരാധനയാക്കി മാറ്റുന്നു. ആ ഉടമ്പടി ആരാധന ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് മാതാവിനോട് ചെയ്യുന്ന ഉടമ്പടി അത് ആരാധനയായി മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണെന്ന്, പിശാചാണെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചു പോവുകയാണ്. ഒന്ന്, ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 33-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്: ഗിദയോൻ മരിച്ചയുടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി ബാൽ ദേവന്മാരെ ആരാധിച്ചു, ബാൽബെറീത്തിനെ തങ്ങളുടെ ദൈവമാക്കി. കർത്താവിനോട് അവിശ്വസ്തത കാണിച്ച് ബാൽബെറീത്തിനെ തങ്ങളുടെ ദൈവമാക്കി. മലയാളം വായിച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. കാരണം മലയാളത്തിൽ ഈ ബാൽബെറീത്ത് എന്താണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ബാൽ എന്ന് പറഞ്ഞാൽ വിജാതീയ ദൈവമാണ്. ബെറീത്ത് എന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്നാണ് അർത്ഥം. ബാൽബെറീത്ത് എന്ന് പറഞ്ഞാൽ ഉടമ്പടിയുടെ ദൈവം. ഇതാണ് ബാൽബെറീത്ത് എന്ന വാക്കിന്റെ അർത്ഥം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്ത് സംഭവിച്ചു? ഗിദയോൻ മരിച്ചയുടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി ബാൽബെറീത്തിനോട് പോയി ഉടമ്പടി ചെയ്തു. ഉടമ്പടിയുടെ ദൈവം എന്ന് പറയുന്ന, തങ്ങൾ ആണ് ഉടമ്പടിയുടെ ദൈവം എന്ന് പ്രഖ്യാപിച്ച ബാൽബെറീത്തിനോട് പോയി ഇസ്രായേൽ ജനം ഉടമ്പടി സ്ഥാപിച്ചു. അവർക്ക് പിന്നീട് സംഭവിച്ചത് എന്തെന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാം. സർവനാശമാണെന്ന് വ്യക്തമായി ബൈബിൾ പറയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വീണ്ടും പറയുകയാണ്: ബാൽബെറീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളി നാണയം എടുത്ത് അവർ അബിമലേക്കിന് കൊടുത്തു. 2 പ്രാവശ്യം ബാൽബെറീത്തിനെ കുറിച്ച് കൃത്യമായിട്ട് ഇതാ ബൈബിൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. 9-ാം അധ്യായം 46-ാം വാക്യത്തിൽ ഷെക്കേമിലെ ഗോപുരവാസികൾ ഇത് കേട്ടപ്പോൾ ഏൽബെറീത്ത് ക്ഷേത്രത്തിന്റെ കോട്ടയിൽ കടന്നു. അവിടെ നേരത്തെ നമ്മൾ കണ്ടത് ബാൽബെറീത്ത് ആണെങ്കിൽ ഇതാ വീണ്ടും ഏൽബെറീത്ത് ക്ഷേത്രത്തിൽ നമ്മൾ കടന്നു. ഇതെന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഈ 3 വാക്യങ്ങൾ മാത്രം മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ആരാണ് ഈ ബാൽബെറീത്ത്? എന്താണ് ഈ ബാൽബെറീത്തിന്റെ പ്രത്യേകത എന്നറിയണമെങ്കിൽ പുരാവസ്തു ഗവേഷണങ്ങളിലും സർവേകളിലും ലഭിച്ച വളരെ വിലപ്പെട്ട തെളിവുകൾ ഇസ്രായേൽ ചരിത്രം എന്നൊരു പുസ്തകം നമ്മുടെ മുൻപിൽ വെക്കുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ 133-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി അവിടെ നിന്ന് ലഭിച്ച ചില പുരാവസ്തുക്കളെ കുറിച്ച് നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: കാനാന്യരുടെ ഇടയിൽ ബാൽ ദേവനാണ് ഒരു പ്രത്യേക സ്ഥലം അവകാശപ്പെടുത്തുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്നത്. അതായത് ഈ സ്ഥലം ദൈവത്തിന്റെയാണ്, ഇവിടെ ദൈവമുണ്ട് എന്ന് പറയുന്ന രീതിയിൽ ബാൽ എന്ത് ചെയ്യും? ദൈവത്തിന് ഒരു പ്രത്യേക സ്ഥലം കൽപ്പിച്ചു വെക്കുന്ന രീതികൾ ഉണ്ടായിരുന്നു എന്ന് ഈ ചരിത്ര ഗവേഷണങ്ങൾ പറയുന്നു. വീണ്ടും ഈ ദേവനായിരുന്നു ഒരു പ്രത്യേക സംഭവത്തിന്റെയോ
പ്രത്യേക ഗുണത്തിൻ്റെയോ ദൈവം. നമ്മൾ പാമ്പിനെ ഓടിക്കാൻ ഗീവർഗീസിൻ്റെ അടുത്ത് പോകുന്ന പോലെ പല പല ആവശ്യങ്ങൾക്ക് ഇതാ കൃപാസനത്തിൽ പോകുന്നത് പോലെ തന്നെ പ്രത്യേക ആവശ്യങ്ങൾക്ക് ഓരോരോ ദേവന്മാരെ സൃഷ്ടിക്കുന്നത് ഇതേ ബാലിൻ്റെ പ്രത്യേകതയായിരുന്നുവെന്ന് ഇസ്രായേൽ ചരിത്രം വ്യക്തമായി നമ്മുടെ മുൻപിൽ തെളിവുകൾ വയ്ക്കുന്നു. പിന്നും പറയുകയാണ്, ടൈറിന്റെ ബാൽ, ഹെർമോണിന്റെ ബാൽ, പെഗോറിന്റെ ബാൽ, ഇങ്ങനെ പലതരം ബാലുകളെ കുറിച്ച് ബൈബിളും ചരിത്രങ്ങളും നമുക്ക് സാക്ഷ്യം നൽകുന്നു എന്ന് വ്യക്തമായി ഈ പുസ്തകം നമ്മുടെ മുൻപിൽ തെളിവ് വയ്ക്കുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാൽ ബെറീത്ത് അഥവാ ഉടമ്പടിയുടെ ബാൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 8:33 കാണുന്നതും 9:4 കാണുന്നതും ഉടമ്പടിയുടെ ദൈവം എന്നതിൻ്റെ പര്യായം എന്ന് 9:46 കാണുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കണേ, ഇവിടെ ബാൽ അഡോൺ അല്ലെങ്കിൽ ബാൽ നാഥൻ കൂടാതെ ദൈവീക നാമങ്ങളായ ഹന്നിബാൽ, ബാലിന്റെ പ്രസാദം എന്നൊക്കെ ദൈവവചനത്തിൽ പലപ്പോഴും കാണാൻ സാധിക്കുന്ന ഈ ഉടമ്പടിയുടെ ദൈവം ആരാണെന്ന് ഇതാ ഇസ്രായേൽ ചരിത്രം നമ്മുടെ മുൻപിൽ വ്യക്തമായിട്ട് പറയുന്നു. ഉടമ്പടിയുടെ ദൈവമെന്ന് സ്വയം അവകാശപ്പെട്ടത് ബാലാണ്. അത് ബാൽ ബെറീത്ത് ആണ്. ബാൽ ബെറീത്ത് എന്ന് വെച്ചാൽ ഉടമ്പടിയുടെ ദൈവം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കൃപാസനത്തിൽ വസിക്കുന്ന ഈ ഉടമ്പടിയുടെ ദൈവം ആരാണ്? ക്രിസ്തുവുമായി 2000 വർഷങ്ങൾക്ക് മുൻപ് നാമുമായി അവൻ ഉടമ്പടി ചെയ്തിരിക്കെ ആ ഉടമ്പടിയെ ലംഘിച്ചുകൊണ്ട് മറ്റൊരു ഉടമ്പടി സ്ഥാപിക്കാൻ പറയുന്ന ഈ കൃപാസനം കുഞ്ഞമ്മ ആരുടെ ആത്മാവാണ്? ബാൽ ബെറീത്തിന്റെ ആത്മാവ് തന്നെയാണെന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനും ഈ തെളിവുകൾ ധാരാളമാണ് മനസ്സിലാക്കാൻ. എന്നാലും ഈ ബാൽ ബെറീത്തിനെ കുറിച്ചും ഈ ബാൽ ബെറീത്തിന്റെ ചരിത്രങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയി മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. എങ്കിലും നിരന്തരം അത്ഭുതങ്ങൾ സംഭവിച്ചതും ക്യാൻസർ മാറിയതും മരിച്ച വ്യക്തി ഉയർത്തെഴുന്നേറ്റതുമായ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ VP അച്ഛൻ ഇപ്പോഴും മാസ്ക് ധരിച്ചിരിക്കുന്നത് എന്നെ വീണ്ടും അത്ഭുതപ്പെടും. പിന്നീട് ഞാൻ കണ്ട കൗതുകരമായ കാഴ്ചകൾ മറ്റൊന്നുമല്ല, ആളുകളുടെ കയ്യിൽ നിന്നും ഈ ഉടമ്പടി പത്രികകൾ വാങ്ങി, ഈ പേപ്പർ പീസുകൾ വാങ്ങി ഇതാ അച്ഛൻ നേരെ പോകുന്നത് മറ്റാരുടെ അടുത്തേക്കല്ല, നമ്മുടെ ചാരക്കുഞ്ഞമ്മയെ തൊട്ട് വന്ദിക്കാനാണ്. ഈ തൊട്ട് വന്ദിക്കുന്നതിനിടയിൽ അച്ഛൻ തലയുടെ പുറകിൽ എന്തോ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ കരുതി സാഷ്ടാംഗം പ്രണമിച്ച് എന്തോ ആചാരങ്ങൾ ചെയ്യുന്നതായിരിക്കാം. സാധാരണ നമ്മൾ നമ്പൂതിരിമാരൊക്കെ പൂജ ചെയ്യുമ്പോൾ ഈ മൂക്കേലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായിരിക്കുമെന്ന് കരുതി. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ തലയിൽ എന്തോ കടിച്ചിട്ട് മാന്തിയതാണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു. അങ്ങനെ ചാരക്കുഞ്ഞമ്മയ്ക്ക് ഉടമ്പടികളെല്ലാം സമർപ്പിച്ച് എല്ലാ കാര്യങ്ങളും ഏറ്റെടുപ്പിച്ച് ശേഷം തിരിച്ചു വന്ന് ആ ഉടമ്പടിയെല്ലാം ബലിപീഠത്തിൽ വെച്ച് ഒരു ചെറിയ ഒരു പാക്കറ്റ് എടുത്തു. ആ പാക്കറ്റ് കൊണ്ടുപോയി ഇതാ ക്രൂശിത രൂപത്തിൻ്റെ കാലയിൽ വെച്ചു. തിരിച്ചു കൊണ്ടുവന്ന് ഓരോരുത്തർക്കും കൊടുക്കുന്നു. ഞാൻ അത്ഭുതത്തോടെ നോക്കി. എനിക്ക് മനസ്സിലായി, ഇതാണ് പഠിക്കാത്ത ടീച്ചർമാരെ കേട്ടക്ക് ജയിപ്പിക്കുന്ന, എഞ്ചിനീയർമാരെ വീണ്ടും വിജയിപ്പിക്കുന്ന, ഇംഗ്ലീഷിൻ്റെ അർത്ഥമറിയാത്തവരെ OETയും IELTSും ജയിപ്പിക്കുന്ന നമ്മുടെ വിദഗ്ധമായ കാശുരൂപം. വളരെ ചെറിയ ഐഡിയ വെച്ച് ഇതാ അനേകരെ IELTS ജയിപ്പിച്ച ഈ VP അച്ഛനല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ അവാർഡ് കൊടുക്കേണ്ടത്. ഈ പ്രഹസനങ്ങൾക്കെല്ലാം ഒടുവിൽ ആൾത്താരയുടെ സൈഡിൽ ഒരു ചെറിയൊരു കെട്ടിടം ഞാൻ ഇങ്ങനെ കണ്ടു. അതിൻ്റെ പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, നിത്യ ആരാധന കേന്ദ്രം. ഒത്തിരി ആളുകൾ അതിൻ്റെ അകത്തോട്ട് തള്ളിക്കയറുന്നത് ഞാൻ കണ്ടു. എനിക്കെന്തായാലും സന്തോഷമായി. കാരണം നിത്യാരാധനയ്ക്ക് കുറച്ച് ആളുകളെങ്കിലും സന്തോഷത്തോടെ ഓടി വരുന്നുണ്ടല്ലോ, ആളുകൾ അതിനകത്തോട്ട് തള്ളിക്കയറുന്നുണ്ടല്ലോ. പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു അതിൻ്റെ അകത്തോട്ടൊന്ന് കയറാൻ. പ്രധാന വാതിലിലൂടെ കയറാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടും നടക്കായകയാൽ ഞാൻ മറ്റൊരു വാതിലിലൂടെ അതിൻ്റെ സൈഡിലുള്ള ഒരു ജനാലയിലൂടെ എനിക്കൊന്ന് എത്തി നോക്കാൻ സാധിച്ചു. ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. നിത്യാരാധന ചാപ്പൽ എന്ന് പറയുകയും അവിടെ ഒരു ഓസ്തി എഴുന്നള്ളിച്ചു വെച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് ആരും പോകുന്നത് ഞാൻ കണ്ടില്ല. കുറെ നേരം ഞാൻ നോക്കി നിന്നു. അതിൻ്റെ സൈഡിൽ ഇതാ നമുക്കൊരു ചാര വിഗ്രഹം വെച്ചിട്ടുണ്ട്. ചില്ലിടാതെ ആ ഇരിക്കുന്ന വിഗ്രഹത്തെ തൊട്ടാനും അതിൻ്റെ കൈകളിൽ തങ്ങളുടെ ഉടമ്പടികൾ ഏൽപ്പിക്കാനും അതിനെ ഉമ്മ വയ്ക്കാനും അതിൻ്റെ കാൽക്കൽ താണു വണങ്ങാനുമാണ് ഈ ജനത്തിൻ്റെ തിക്കും തിരക്കും എന്ന് കണ്ടതോടുകൂടെ എനിക്ക് മനസ്സിലായി, കുറച്ചു മുൻപ് എനിക്കുണ്ടായ സന്തോഷം അതിൽ പൂർണ്ണമായി അവസാനിക്കുകയാണ് ഉണ്ടായത്.
കാരണം വിശുദ്ധ കുർബാനയെയോ യേശുവിൻ്റെ ശരീരരക്തങ്ങളെയോ ആർക്കും ഇന്ന് താല്പര്യമില്ല. പകരം ഈ വിഗ്രഹങ്ങളോടും ഈ ചാരക്കുഞ്ഞമ്മയോടും അല്ലാതെ ഈ ജനത്തിന് ആർക്കും താല്പര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിൽ നിന്നുമെല്ലാം എനിക്കൊരു കാര്യം ഉറപ്പായി, ഇവിടെ നടക്കുന്ന വചനപ്രഘോഷണങ്ങളോ ഇവിടെ നടക്കുന്ന വിശുദ്ധ കുർബാന എന്ന് പറയുന്നതോ ഒരൊറ്റ വ്യക്തിക്ക് പോലും മാനസാന്തരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. വലിയ തിരക്കുകൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ തിരക്കൊഴിവാക്കാനായി ഒരു തിങ്കളാഴ്ച ദിവസം തീരുമാനിച്ചാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ ആ തിങ്കളാഴ്ചയും എന്നെ തിക്കി എന്നെ ഞെക്കി ഞെരിക്കുന്ന ഒരു ജനാവലി തന്നെ അവിടെ കണ്ടു. ഈ ജനങ്ങളിൽ ഒരുവനിൽ പോലും ഒരു മാനസാന്തരമോ ഒരു വ്യത്യാസമോ എനിക്ക് കാണാൻ സാധിച്ചില്ല. എല്ലാവരും വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നതാണ് ഞാൻ കണ്ടത്. സാക്ഷ്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കുറച്ച് പേര് തളർന്ന് ഈ സാക്ഷ്യങ്ങൾ കേട്ട് കഥയൊക്കെ കണ്ട്, അതിനിടയിൽ കുറച്ച് ബിരുദന്മാരുണ്ട്. അമ്മമാരുടെ നിർബന്ധപ്രകാരം വന്നതായിരിക്കാം. അതിൻ്റെ അകത്ത് നിന്ന് ഹെഡ്ഫോണുകൾ വെച്ച് റീൽസ് കാണുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ റീൽസ് കാണുമ്പോൾ ഞാനൊന്ന് നോക്കി, ഒരുപക്ഷെ എൻ്റെ താടിയും എൻ്റെ മുഖമൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അവർ മൊബൈൽ മാറ്റുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രിയമുള്ളവരെ, ഒരൊറ്റ വ്യക്തിക്ക് പോലും മാനസാന്തരം നൽകാൻ കഴിയാത്ത ഈ പത്രങ്ങളും ഈ ആചാരങ്ങളും ഈ അനുഷ്ഠാനങ്ങളും ഈ നേർച്ച കാഴ്ചകളും ഇനിയെങ്കിലും നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? ഈ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള സത്യങ്ങളെ സ്വീകരിക്കാൻ എത്ര പേര് തയ്യാറുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പല വീഡിയോകളിലൂടെ നമ്മൾ പറയുമ്പോഴും അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് വെള്ളപൂശുന്ന ഓരോ സഹോദരി സഹോദരന്മാരോടും തികഞ്ഞ കത്തോലിക്കരോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ കണ്ട ഈ വീഡിയോകളിൽ, നിങ്ങൾ കണ്ട ഈ നേർസാക്ഷ്യങ്ങളിൽ എത്ര പേർക്ക് മാനസാന്തരമുണ്ട്? വിഗ്രഹങ്ങളുടെ പിന്നാലെ ഓടുന്നതല്ലാതെ എത്ര പേർക്ക് ദൈവവചനം കേൾക്കാനുള്ള താല്പര്യമുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ നേരത്തെ വായിച്ചു നിർത്തിയ ബാൽബെറീത്തിനെ പോലെ പ്രത്യേക സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ, ഇത് ഇവിടെയും നല്ല രീതിയിൽ ആ കച്ചവടം നടത്തുന്നു. ഇതാ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന, ഇതാ ചാരക്കുഞ്ഞമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്തെ മണ്ണ് എടുക്കാനായി ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഒരു വലിയ ജനാവലിയും അതിനുവേണ്ടി തിക്കിക്കൂട്ടുന്നവരും വളരെ വിദഗ്ധമായി ചെറിയൊരു കോല് വെച്ച് ഇവിടെ നിന്ന് മണ്ണെടുത്ത് പൊതിഞ്ഞും ശ്രേഷ്ഠമായി കൊണ്ടുപോകുന്ന ചില അമ്മച്ചിമാരെയും എനിക്ക് കാണാൻ സാധിച്ചു. ഈ വിഗ്രഹത്തിൽ നിന്നും എന്ത് അനുഗ്രഹമാണ് ആ മണ്ണിലുണ്ടായത് എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മണൽ കച്ചവടവും മണൽ മാഫിയയും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷം. പിന്നീട് അതിൻ്റെ സൈഡ് വശങ്ങളിലേക്ക് ഞാൻ ചെന്നപ്പോൾ പത്രക്കെട്ടുകൾ ഒരുമിച്ച് കൂട്ടുന്ന ചേച്ചിമാരെ എനിക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ പത്രങ്ങളും ഈ പത്രങ്ങളെ ഓരോന്നും വായിച്ചു നോക്കുമ്പോഴും ക്രിസ്തുവിനെ കുറിച്ചോ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യത്തെക്കുറിച്ചോ ഇല്ലാതെ കുറേയേറെ വിഗ്രഹങ്ങൾ അനുഗ്രഹം കൊടുത്ത സാക്ഷ്യങ്ങളല്ലാതെ മറ്റൊന്നുമില്ലാത്ത പ്രേഷിത പ്രവർത്തനം എന്ന മറവിൽ അവരുടെ പരസ്യം ലോകമെന്നും സ്വന്തം പോക്കറ്റിലെ കാശ് കൊടുത്ത് ഈ വിശ്വാസികളെ കൊണ്ട് ആ പത്രം വാങ്ങിപ്പിച്ച് ലോകമെല്ലാം എത്തിക്കുന്ന ആ VP അച്ഛന് മുമ്പിൽ വളരെ നമ്രശിരസ്കനായി നിന്നുകൊണ്ട് ഈ കേരള ജനതയെ മുഴുവൻ കബളിപ്പിക്കാൻ അച്ഛൻ്റെ ഈ അഭ്യാസം കൊണ്ട് സാധിച്ചല്ലോ. അഭ്യസ്തവിദ്യരെന്നും വിശ്വാസികളെന്നും ഘോരഘോരം പ്രഘോഷിക്കുന്ന ഏറ്റവും ബുദ്ധിയുള്ളവരും ലോകത്തെ കീഴടക്കിയവരും ഞങ്ങൾ മലയാളികളാണെന്ന് പറയുമ്പോൾ ആ മലയാളി സമൂഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്തീയ സമൂഹത്തിൻ്റെ നെറുകയിൽ നാണക്കേടുണ്ടാക്കി വെച്ച ഈ VP അച്ഛൻ്റെ മുൻപിൽ വിഗ്രഹങ്ങളുടെ കൂടാരമായ ഈ കൃപാസനത്തിൽ അങ്ങനെ അവസാനമായി വരാൻ സാധിച്ചു, വീണ്ടും പഠിക്കാൻ സാധിച്ചു, കാര്യങ്ങൾ ഡീറ്റെയിലായി അറിയാനും അത് ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്താനും സാധിച്ചു എന്നുള്ളതിൽ സന്തോഷം. വിശുദ്ധ ബൈബിൾ വായിക്കാൻ താല്പര്യമില്ലാത്ത കത്തോലിക്കർ ഉള്ളിടത്തോളം കാലം VP അച്ഛനെ പോലുള്ളവരുടെ ബിസിനസ് ഇനിയും തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിശുദ്ധ ബൈബിൾ ഒരു വട്ടമെങ്കിലും ആത്മാർത്ഥമായി വായിച്ചാൽ അവൻ ഇത്തരം വിഗ്രഹങ്ങളിൽ നിന്ന് ഓടിയകലും, ഇത്തരം തിന്മകളിൽ നിന്നും ഇത്തരം പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും അവന് പിന്നെ യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ ദൈവത്തിന്റെ ആലയങ്ങളും വിഗ്രഹവുമായി എന്തു പൊരുത്തം. അതുകൊണ്ട് ഈ വിഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ജനത്തെ മുഴുവൻ ഈ വിഗ്രഹത്തിന്റെ മുൻപിൽ അതിന്റെ കാൽ കീഴിൽ കെട്ടിപ്പിടിക്കാനും ഉമ്മുവയ്ക്കാനും മുത്താനുമായി ജനങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന VP അച്ഛന്റെ മുൻപിലും കൃപാസനം കുഞ്ഞമ്മയുടെ മുൻപിലും നിന്നെ കൊണ്ടുവരും എന്ന് കമന്റിട്ട ചേച്ചിമാരുടെ മുൻപിലെല്ലാം എൻ്റെ സ്നേഹാദരം സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയെങ്കിലും ഈ ബൈബിൾ വായിച്ച് സത്യത്തിലേക്ക് തിരിയാൻ ഓരോ വ്യക്തിയോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.